ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ദൈവമേ, ഇതിലേതോ ഒരു വഴിയിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വഭാവവും നമ്മുടെ കയ്യിലിരിപ്പും നമ്മുടെ ഉള്ളിലിരിപ്പുമൊക്കെ വെച്ച് സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിക്കുക, ഞാനിതിലേതു വഴിയിലാണ് നടക്കുന്നത് എന്ന്. ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ ചങ്കുറപ്പുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടാകുമോ? അത് പറയാൻ ചങ്കുറപ്പുണ്ടാകുന്നില്ലെങ്കിൽ സംശയം വേണ്ട, നടക്കുന്നത് വിശാലമായ വഴിയിലൂടെയാണ്. പിന്നെ ആളുകളിങ്ങനെ ന്യായം പറയും, ഞാൻ വല്ലപ്പോഴുമൊക്കെ വിശാലമായ വഴിയിലേക്ക് മാറാറുണ്ടെങ്കിലും ഭൂരിപക്ഷം സമയവും ഞാൻ നടക്കുന്നത് ഇടുങ്ങിയ വഴിയിലൂടെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ IMS-ൽ വന്നത്, അതുകൊണ്ടാണല്ലോ ഞാനിവിടെ കർത്തൃപാദപീഠത്തിൽ ഇരിക്കുന്നത്. മനസാക്ഷിയോട് ചോദിക്കുക, ജീവിതം ശുദ്ധമുള്ളതാണോ? മനസാക്ഷി ശുദ്ധമുള്ളതാണോ? ഉള്ളിൽ എല്ലാവരോടും സ്നേഹമാണോ? ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ളതായ വിദ്വേഷമോ വെറുപ്പോ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടോ? അത് വീട്ടിലുള്ള ജീവിത പങ്കാളിയാകട്ടെ, മക്കളാകട്ടെ, മരുമക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, എല്ലാവരോടും ക്ഷമിക്കാനും എല്ലാവരെയും സഹിക്കാനും എല്ലാവരോടും ചേർന്ന് മുന്നേറുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, തർക്കം വേണ്ട. നമ്മുടെ ജീവിതത്തിൽ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വിശാലമായ പാപത്തിൻ്റെ വഴിയിലൂടെയാണ്. സ്വന്തം ജീവിതത്തെ തിരുത്തുവാനുള്ള കാഹളമാണ് ഇവിടെ മുഴങ്ങുന്നത്. നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ച് നമ്മൾ തന്നെ തിരുത്തിയിട്ടില്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു മനുഷ്യൻ്റെ ഭാവി എന്താണെന്ന് തീരുമാനിക്കുന്നത് ആ മനുഷ്യൻ തന്നെയാണ്. നമ്മുടെ മനസ്സിലൊരു ചിത്രമുണ്ട്, ദൈവം എല്ലാവരെയും ന്യായം വിധിക്കും എന്ന്. ദൈവം എല്ലാവരെയും ന്യായം വിധിക്കുമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ തിരഞ്ഞെടുപ്പിനനുസരിച്ചുള്ള വിധിയാണ് ദൈവം വിധിക്കുക എന്ന് തിരിച്ചറിയണം. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 30-ാം അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനം ഇവിടെ വളരെ ശ്രദ്ധേയമായി പഠിക്കേണ്ടതാണ്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനം. മോശ ദീർഘദർശി മുഖാന്തിരം പിതാവായ ദൈവം ഇസ്രയേൽ ജനത്തോട് അരുൾ ചെയ്തത് എന്തെന്നാൽ, ഇതാ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിരത്തി വയ്ക്കുകയാണ്. ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളണം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ അവകാശമായിരിക്കും. എന്നിട്ട് മോശയിലൂടെ ദൈവം സംസാരിക്കുകയാണ്. ജീവൻ വേണമോ മരണം മതിയോ? അനുഗ്രഹം വേണമോ ശാപം മതിയോ? 2 വാക്കുകൂടെ അച്ഛൻ അതിനോട് ചേർക്കുകയാണ്. സ്വർഗം വേണമോ നരകം മതിയോ? ഏത് വേണമെന്ന് നീ തീരുമാനിക്കുക, നീ തിരഞ്ഞെടുക്കുക. ദൈവ പൈതലെ, നീ തീരുമാനിക്കുന്നത്, നീ തിരഞ്ഞെടുക്കുന്നത് നിന്റെ അവകാശമായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്, തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നമ്മളാണ്. നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നുവോ അതായിരിക്കും ഭാവിയിൽ നമുക്ക് അവകാശമായി തീരുക. ജീവൻ തിരഞ്ഞെടുത്തവർക്ക് നിത്യജീവനിൽ ഓഹരി കിട്ടും. അനുഗ്രഹം തിരഞ്ഞെടുത്തവർക്ക് നിത്യമായി അനുഗ്രഹം കിട്ടും. എന്നാൽ മരണം തിരഞ്ഞെടുത്തവർ നിത്യമരണത്തിൽ ചെന്ന് വീഴും. ശാപം തിരഞ്ഞെടുത്തവർ നിത്യമായ ശാപഗ്രസ്തരായി പോകും. സ്വർഗം തിരഞ്ഞെടുത്തവർ സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ ഉല്ലസിക്കും. നരകം തിരഞ്ഞെടുത്തവർ നിത്യാഗ്നിയിൽ അതിവേദനപ്പെടേണ്ടി വരും. ഇവിടെ ഈ ജഡശരീരത്തിനുള്ളിൽ വസിക്കുന്ന കാലത്ത് ഈ ഭൗമലോകത്ത് വെച്ച് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ നാളെ എന്താകണമെന്ന് തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയാൽ നമുക്ക് വരുന്ന നഷ്ടത്തിന് നമ്മൾ തന്നെയാണ് ഉത്തരവാദി. നിങ്ങൾ മുടങ്ങാതെ ഈ ധ്യാനത്തിന് വരുന്നവരാണ്, ഇത് കേൾക്കുന്നവരാണ് എന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്. എന്നാൽ ഇക്കണ്ട കാലമത്രയും ഈ ധ്യാനത്തിന് വന്നിട്ട് ജീവിതത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തിട്ടുണ്ടോ?
വ്യക്തതയോടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ ഇന്നാണ് അത് നടത്തേണ്ട ദിവസം. ഹല്ലേലൂയ. തിരഞ്ഞെടുപ്പ് നടത്താൻ അവസരം കിട്ടിയിട്ട് തിരഞ്ഞെടുപ്പ് നടത്താതെ പോയാൽ, തെറ്റായ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ അതിനുശേഷം വരുന്ന അനർത്ഥങ്ങൾക്ക് ദൈവം ഉത്തരവാദിയാകയില്ല. ധ്യാനകേന്ദ്രം നടത്തുന്ന പുരോഹിതരാരും ഉത്തരവാദികളാവുകയില്ല. ഇവിടുത്തെ പ്രേക്ഷിതരാരും ഉത്തരവാദികളാവുകയില്ല. തിരഞ്ഞെടുപ്പ് നടത്തിയതാരോ അവരാണ് ഉത്തരവാദികൾ. അതുകൊണ്ട് ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയേറിയ തിരുവചനം കേട്ടുകൊണ്ട് കർത്തൃപാദപീഠത്തിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ വ്യക്തതയോടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്.